ഇന്ന് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഞാൻ തീരെ സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഫേസിൽ കുറേ പിമ്പിൾസ് വന്നതിന് ശേഷം അതിന്റെ കറുത്ത പാട് അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ രാവിലെ എഴുന്നേറ്റാൽ ഒരു 10-15 മിനിറ്റ് ഞാൻ സ്കിൻ കെയറിന് വേണ്ടി മാറ്റിവെക്കും. സ്കിൻ കെയർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചു നേരം ബുക്ക് വായിക്കാനായിട്ട് മാറ്റിവെക്കും കേട്ടോ. ഞാൻ പണ്ട് നന്നായി വായിക്കുന്ന ഒരാളായിരുന്നേ. പക്ഷെ ആ ശീലം ഒന്ന് കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാ ദിവസവും 20 പേജ് വായിക്കും. ചായ കുടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് കുടിക്കാനുള്ള വെള്ളം കുപ്പികളിൽ നിറച്ച് വെക്കുക എന്നുള്ളതാണ്. അടുക്കളയുടെ ഭാഗത്തേക്ക് ചെന്നപ്പോഴേക്കാണ് ഹൗസ് ഹെൽപ്പ് ചേച്ചി അവിടെ ഇരുന്ന് മീൻ വൃത്തിയാക്കുന്നുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ ഒരു മീൻകറി ഉണ്ടാക്കിയേക്കാന്ന് കരുതി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കയറുന്ന പരിപാടിയില്ല. ഇന്ന് എന്തോ ഒരു മൂഡ് തോന്നി ഉണ്ടാക്കി. ഞങ്ങൾ ട്രിവാൻഡ്രംകാര് ബേസിക്കലി തേങ്ങ അരച്ച് വെച്ച മീൻകറിയുടെ ഫാൻസ് ആണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പൊ കുറച്ച് അധികമായിട്ട് എനിക്കിങ്ങനെ പുളിയും മുളകും ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്ന മീൻകറിയാണ് ഇഷ്ടം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിച്ചത് ഒരു റാഗി സ്മൂത്തിയാണ്. അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ കണ്ടില്ല എന്റെ കോലം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യാനിരിക്കുന്ന ഒരു സ്പേസ് ആണ് ഇത്. ഞങ്ങളുടെ ഓപ്പൺ ടെറസിന്റെ ഒരു കോർണറാണ്. ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളിന് ഏകദേശം 1/2 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. അച്ഛന്റെ കുടുംബ വീട്ടിലുണ്ടായിരുന്ന പഴയ ഒരു ടേബിൾ ആണ്. ഇതിന്റെ ഡ്രോയേഴ്സ് ഒക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. വെറുതെ വീട്ടിൽ കിടന്നപ്പോഴേക്കും കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെയാണ് അത് ടെറസിൽ ഇടിപ്പിച്ചത്. വെള്ളം നിറച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നന്നായി കുടിക്കാറുണ്ട്. അങ്ങനെ മീൻകറിയും സെറ്റായി. അപ്പോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. കീപ് ഷൈനിങ്, കീപ് സപ്പോർട്ടിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.